ഇത് കേൾക്കുമ്പോഴും നിങ്ങളൊക്കെ പറയും അതും ഒരു അമ്മയുടെ കടമയാണെന്ന്. ശരിയാ, നൊന്തുപറ്റ ഒരമ്മ സ്വന്തം കുഞ്ഞിന് വേണ്ടി തന്റെ ജീവൻ പോലും എടുത്തു കൊടുക്കും. പക്ഷേ പെറ്റമ്മയല്ലാതെ ഒരാളത് ചെയ്യുവോ? പറ മാഷേ, പറ. സ്വന്തം രക്തത്തിൽ പിറക്കാത്ത ഒരു കുഞ്ഞിന് വേണ്ടി ഏതെങ്കിലും ഒരു പെണ്ണത് ചെയ്യുവോ? സുശീലേ, നീ എന്തൊക്കെ ഭ്രാന്തായി വിളിച്ചു പറയുന്നത്? ഭ്രാന്തല്ല മാഷേ, നല്ല ബോധത്തോടുകൂടിയ സുശീല പറയുന്നേ. ഇന്ദ്രൻ ഞാൻ പ്രസവിച്ച മകനല്ല. ഇവൻ സുശീലയുടെ വയറ്റിൽ പിറന്നവനല്ല. അതറിഞ്ഞിട്ടും അറിയിക്കാതെ ഇത്രയും കാലം ഞാൻ അവനെ വളർത്തിയെങ്കിൽ എനിക്കതിന് പ്രതിഫലം കിട്ടണ്ടേ മാഷേ? വേണ്ടേ? മതിയടി, നിർത്താം. നിന്റെ ഈ അസംബന്ധം ഇപ്പോഴും നിനക്ക് ജയിക്കാൻ വേണ്ടി നീ നിന്റെ സ്വന്തം ചോരയെ തള്ളി പറയുക. ഞാൻ നിന്നെ എത്ര കാലമായിട്ട് കാണുന്നതാടി. എനിക്കറിയാം ഇന്ദ്രൻ നിന്റെ മകനാണെന്ന്. നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല ഭാനുമേ. എന്റെ ജീവിതത്തിലെ നിങ്ങൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നു മാത്രം ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ സത്യം.